മമ്മൂട്ടിക്കും മോഹൻലാലിനും മുൻപ് മലയാള സിനിമയിൽ സൂപ്പർ താര പദവി അലങ്കരിച്ച നടനാണ് ശങ്കർ. യുവാക്കൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട താരമായിരുന്നു അദ്ദേഹം. മലയാളത്തിന് പുറമെ തമിഴിലടക്കം തിളങ്ങിയ ശങ്കർ നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി. എന്നാൽ വൈകാതെ തന്നെ നടന്റെ പ്രതാപകാലം അവസാനിച്ചു. മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം ശങ്കറിനേക്കാൾ വലിയ താരങ്ങളായി വളർന്നു. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ശങ്കറിന്റെ മലയാളത്തിലെ അരങ്ങേറ്റം. ചിത്രത്തിൽ വില്ലനായി എത്തിയത് മോഹൻലാലാണ്. തമിഴിൽ ശങ്കർ നായകനായ ഒരു തലൈ രാഗം എന്ന ചിത്രം സൂപ്പർ ഹിറ്റായതോടെയാണ് ഫാസിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ശങ്കറിനെ നായകനാക്കുന്നത്. തുടർന്നാണ് മലയാളത്തിലും തമിഴിലുമെല്ലാം കൈനിറയെ അവസരങ്ങൾ ശങ്കറിന് ലഭിച്ചത്. ഒരു വർഷം 25 സിനിമകൾ വരെ ചെയ്തിരുന്നു ശങ്കർ. എന്നാൽ 90കളിലേക്ക് കടന്നതോടെ ശങ്കർ ഫീൽഡ് ഔട്ടായി. അതോടെ സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത ശങ്കർ പിന്നീട് ഒരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും മലയാള സിനിമയിൽ ഒരിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് സീരിയലുകളിലേക്കും മലയാളത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളിലേക്കുമായി നടൻ ഒതുങ്ങി. ഇന്ന് പഴയകാല നടൻ ശങ്കർ എന്ന ലേബലിൽ അറിയപ്പെടുന്ന താരമായി ശങ്കർ മാറി. എങ്കിലും സിനിമ ഉപേക്ഷിക്കാൻ ശങ്കർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഓർമ്മകളിൽ ആണ് ശങ്കർ അവസാനമായി അഭിനയിച്ച സിനിമ. മോഹൻലാലിന്റെ വളർച്ചയാണ് ശങ്കറിന്റെ കരിയറിന് അടിയായതെന്ന് പലരും പറയാറുണ്ട്. മോഹൻലാൽ താരമായി ഉയർന്നതോടെ മോഹൻലാൽ ചിത്രങ്ങൾ സെക്കൻഡ് ഹീറോയും മറ്റുമായുമാണ് ശങ്കറിന് അവസരങ്ങൾ ലഭിച്ചിരുന്നത്. ഇപ്പോഴിതാ അങ്ങനെ ഒരു സിനിമയിൽ തനിക്ക് പ്രാധാന്യം കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ ശങ്കർ ക്ലൈമാക്സ് ചിത്രീകരണത്തിന് വരാതിരുന്നതിനെക്കുറിച്ച് പറയുകയാണ് സംവിധായകനും നിർമ്മാതാവുമായ ശരത് ചന്ദ്രൻ. മാസ്റ്റർ ബിൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഹൻലാലുമായി വ്യക്തിപരമായി നല്ല അടുപ്പമുണ്ട്. ഞാൻ സംവിധാനം ചെയ്യാൻ പോയപ്പോൾ ഡേറ്റ് തരാൻ തയ്യാറായ ആളാണ്. മമ്മൂട്ടിയുമായി അത്ര അടുപ്പമില്ല. എൻ്റെ കഥയിൽ ഒരുക്കിയ മോഹൻലാൽ ചിത്രം ഒപ്പത്തിനൊപ്പം ഹിറ്റായി മാറിയിരുന്നു. മേനകയും ശങ്കറുമൊക്കെ അഭിനയിച്ച സിനിമയാണ്. അതിൽ അഭിനയിക്കുമ്പോൾ ശങ്കറിന് പരാതി ഉണ്ടായിരുന്നു. എനിക്കെന്താണ് പ്രധാന കഥാപാത്രം നൽകാത്തത്, എന്തുകൊണ്ടാണ് മോഹൻലാലിനെ പുഷ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിരുന്നു. ശരത് ചന്ദ്രൻ പറയുന്നു, നമ്മൾ കഥ എഴുതുന്നത് കഥാപാത്രത്തിന് അനുസരിച്ചായിരിക്കും. ഇവരുടെ ഈഗോയിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ശങ്കറും മോഹൻലാലും തമ്മിലുള്ള ഈഗോയുടെ തുടക്കം ഒപ്പത്തിനൊപ്പം സിനിമ മുതലാണ്. ആ സമയത്ത് തന്നെയാണ് മോഹൻലാലിൻ്റെ രാജാവിൻ്റെ മകൻ എന്ന സിനിമയൊക്കെ വരുന്നത്. ഒരുമിച്ചാണ് 2 സിനിമകളുടെയും ഷൂട്ടിംഗ് നടന്നിരുന്നത്. 2 സിനിമകളും ഹിറ്റായി. എന്നാൽ ശങ്കറിൻ്റെ കഥാപാത്രത്തിൻ്റെ റോളുകൾ കുറച്ച് കളഞ്ഞു എന്നതാണ് ശങ്കറിനെ ചൊടിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതിലായിരുന്നു പരാതി. ഇത് കാരണം അവസാന സീൻ എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്നില്ല. മോഹൻലാലിന് പ്രാധാന്യം കൂടിപ്പോയതെന്ന് ആയിരുന്നു കാരണം. ക്ലൈമാക്സിന്റെ സമയത്ത് 2 ദിവസമാണ് വരാതിരുന്നതെന്നും ശരത് ചന്ദ്രൻ പറഞ്ഞു. 1986 സോമൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഒപ്പത്തിനൊപ്പം. ശരത് ചന്ദ്രന്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കിയത് കലൂർ ഡെന്നീസ് ആണ്. മോഹൻലാൽ, ശങ്കർ എന്നിവരെ കൂടാതെ മേനക, ലാലു അലക്സ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്.